ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് DHIC ഫസ്റ്റ് ഇയേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ സിനിത്ത് അക്കാഡമി നൽകുന്ന വിക്ടറി കോഴ്സ് എന്നുള്ള കോഴ്സിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഇയർ സെക്കൻഡ് പേപ്പറിലെ ന്യൂട്രീഷൻ എന്നുള്ള ചാപ്റ്ററിന്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കവർ ചെയ്ത് പോവാം. സ്ട്രേറ്റ് അവേ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഈ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡെഫിനീഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നോക്കാം ന്യൂട്രീഷൻ. Definition of nutrition. Nutrition is the science of food and its relationship to health. ഭക്ഷണവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും അത് നമ്മുടെ ആരോഗ്യത്തിന് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയും കൂടി നോക്കുന്ന സയൻസ് ആണ് നമ്മൾ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ന്യൂട്രിയൻസ്. ന്യൂട്രിയൻസ് ഓർ ഫുഡ് ഫാക്ടേഴ്സ് ആർ സ്പെസിഫിക് ഡയറ്ററി കോൺസ്റ്റിറ്റ്യുവൻസ് സച്ച് ആസ് പ്രോട്ടീൻ, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ കുറെ കോൺസ്റ്റിറ്റ്യുവൻസ് ഉണ്ട്. നമ്മൾ ചോറ് കഴിക്കുകയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ചെറിയ അളവിൽ വൈറ്റമിൻസ് ഉണ്ട്. ഇത്തരം കോൺസ്റ്റിറ്റ്യുവൻസിനെയാണ് നമ്മൾ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. കഴിക്കുന്ന ആഹാരത്തിലെ കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് ന്യൂട്രിയൻസ്. നെക്സ്റ്റ് വൺ ഈസ് ഡയറ്ററ്റിക്സ്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് ന്യൂട്രീഷൻ. ഇറ്റ് ഇൻക്ലൂഡ് പ്ലാനിങ് മീൽസ് ഫോർ ദ വെൽ ആൻഡ് ദ സിക്ക്. നമ്മൾ ഈ ന്യൂട്രീഷന്റെ ഭാഗമായിട്ട് പഠിക്കുന്ന കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇപ്പോൾ ഒരാൾക്ക് ഇത്ര കാർബോഹൈഡ്രേറ്റ് വേണം, ഇത്ര പ്രോട്ടീൻ വേണം, ഒരു കിടപ്പിലായ രോഗിക്ക് എങ്ങനെയൊക്കെ ഭക്ഷണം, അയാൾക്ക് ഇത്ര റിക്വയർമെന്റ് എനർജി ഉണ്ടാവും, ഇത്രത്തോളം വൈറ്റമിൻസ് അയാളുടെ ശരീരത്തിലേക്ക് എത്തണം. ഇത്തരം കുറെ പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിക്കും. ഇതിന്റെയൊക്കെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഈ പഠിക്കുന്ന തിയറിനെ നമ്മൾ ഒരു പ്രാക്ടിക്കൽ സെൻസിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു ലാക്ടേറ്റിംഗ് മദറിന് എത്തരത്തിലുള്ള ഭക്ഷണം എത്ര അളവിൽ കൊടുക്കേണ്ടി വരും, ഒരു പ്രഗ്നന്റ് ആയ സ്ത്രീക്ക് ഏതൊക്കെ ഭക്ഷണം എത്ര അളവിൽ കൊടുക്കേണ്ടി വരും അവരുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ, അത്തരം കാര്യങ്ങൾ ഈ പഠിച്ച പ്രിൻസിപ്പിൾസ് ഒക്കെ ഒരു പ്രാക്ടിക്കൽ സെൻസിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ്. പ്രോട്ടീൻ, ഫാറ്റ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ആർ കോൾഡ് പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾ. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് ഈ മൂന്ന് സാധനം: പ്രോട്ടീൻ, ഫാറ്റ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്. ഈ മൂന്നുമാണ് നമ്മൾ കഴിക്കുന്ന ഏത് ആഹാരമായാലും അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഉൾക്കൊള്ളുന്നത്. ഈ മൂന്നിനെയാണ് നമ്മൾ പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന മാക്രോ ന്യൂട്രിയൻസും ഈ പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസും ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. മാക്രോ ന്യൂട്രിയൻസ് ദേ കൺസ്റ്റിറ്റ്യൂട്ട് മെയിൻ ബൾക്ക് ഓഫ് ഫുഡ്. ദേ ആർ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഫാറ്റ്, ഓഫൺ കോൾഡ് ആസ് പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾ. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് മാക്രോ ന്യൂട്രിയൻസ്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അത് തന്നെയാണ്. മൈക്രോ ന്യൂട്രിയൻസ്. മൈക്രോ ന്യൂട്രിയൻസ് ആർ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് റിക്വയർഡ് ഇൻ സ്മോൾ എമൗണ്ട്സ്. കമ്പാരിറ്റീവ്ലി ഈ മാക്രോ ന്യൂട്രിയൻസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ചുരുങ്ങിയ അളവിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഈ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയാം. അതിൽ ഉൾപ്പെടുന്നതാണ് ഈ വൈറ്റമിൻസും മിനറൽസും. നമുക്ക് ഈ ഓരോരോ കമ്പോണൻസിലേക്ക് ഡീപ്പായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പ്രോട്ടീൻ. പ്രോട്ടീൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് അമിനോ ആസിഡ്സ്. ഈ പ്രോട്ടീൻ ഒരു പോളിമർ ആണ്, അതിന്റെ മോണോമർ ആണ് അമിനോ ആസിഡ്സ്. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഒരു മുത്തുമാല നോക്കുക. ഈ മുത്തുമാലയിൽ ഓരോ മാല ഒന്നാകെ എടുക്കുകയാണെങ്കിൽ അതൊരു പ്രോട്ടീൻ ആണെങ്കിൽ ഓരോ മുത്തിനെ നമുക്ക് അമിനോ ആസിഡ് ആയിട്ട് എടുക്കാം. ഒരു കമ്പോസ്ഡ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ആൻഡ് സൾഫർ. ഇതിൽ ഏതൊക്കെ എലമെന്റ്സ് അടങ്ങിയത്? ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന നൈട്രജന്റെ പ്രസൻസ് ആണ്. ഈ പ്രോട്ടീൻ എന്ന് പറഞ്ഞ ബയോമോളിക്യൂളിന് അതിനെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഈ നൈട്രജന്റെ പ്രസൻസ് കൂടിയാണ്. About 20 amino acids are required by the body. Of these, 9 are essential as they cannot be synthesized in the body in sufficient quantity. Hence, it should be obtained through our diet. ഞാൻ പറഞ്ഞു അമിനോ ആസിഡ്സ് കൊണ്ടാണ് ഈ പ്രോട്ടീൻ ഉണ്ടാക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 20ഓളം അമിനോ ആസിഡ്സ് ഉണ്ട്. ഈ അമിനോ ആസിഡ്സിനെ വെവ്വേറെ കോമ്പിനേഷൻസിൽ ചേർത്ത് കഴിഞ്ഞാൽ ഡിഫറെന്റ് പ്രോട്ടീൻ ആകും. ഒരു ABCD എന്ന് പറഞ്ഞ 4 അമിനോ ആസിഡിനെ കണക്കാക്കുക. ആദ്യം A ഇട്ട്, പിന്നെ B ഇട്ട്, പിന്നെ C ഇട്ട്, പിന്നെ D ഇടുമ്പോൾ ABCD എന്ന് പറഞ്ഞ സീക്വൻസ് വരുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് അമിനോ ആസിഡ് ആവും. അതിന് പകരം ആദ്യം C ഇട്ട്, പിന്നെ A ഇട്ടിട്ട്, പിന്നെ ഒരു D ആണ് ഇടുന്നത്. അപ്പോൾ സീക്വൻസ് മാറി, അത് വേറൊരു പ്രോട്ടീൻ ആവും. അപ്പൊ ഈ അമിനോ ആസിഡ്സിന്റെ ചെയിനാണ് പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നത്. ഇതിൽ ഒരു 20 എണ്ണത്തിൽ ഒരു 9 എണ്ണത്തിന് നമ്മൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയും. ഈ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയാൻ കാരണം നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആവശ്യമുള്ള അത്ര അളവിൽ ഈ അമിനോ ആസിഡ്സിനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. ഈ 9 എണ്ണം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അതിനെ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. ഈ 9 എണ്ണത്തിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ്. വൺ വേർഡ് ആയിട്ട് ചോദിക്കാം, അങ്ങനെ എങ്ങനെ വേണേൽ ചോദിക്കപ്പോ ഈ താഴെ കൊടുത്ത ഓപ്ഷനിൽ ഏതാണ് എസെൻഷ്യൽ അല്ലാത്തത്, അല്ലെങ്കിൽ എസെൻഷ്യൽ ആയ 4 എണ്ണത്തിന്റെ പേര് ഏതാണ് ചോദിക്കുക, അങ്ങനെയൊക്കെ ചോദിക്കാം, ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ അതിനൊരു നിമോണിക് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നിമോണിക് പറഞ്ഞുതരാം. പ്രൈവറ്റ് ടിം ഹിൽ. PVT എന്നുള്ളത് നമ്മൾ പ്രൈവറ്റ് എന്നുള്ളതിനെ ഷോർട്ടാക്കി എഴുതുന്നതാണ്. പ്രൈവറ്റ് ടിം ഹിൽ. ഇതിൽ പ്രൈവറ്റിൽ P ഫീനൈൽ അലാനിൻ, V വാലിൻ,
T ത്രിയോണിൻ, അടുത്ത T ട്രിപ്റ്റോഫാൻ, I ഐസോല്യൂസിൻ, M മെത്തിയോണിൻ, HI എന്നുള്ളത് ഹിസ്റ്റിഡിൻ, L ല്യൂസിൻ, ലൈസിൻ. ഇപ്പൊ പ്രൈവറ്റ് ടിം ഹിൽ എന്നുള്ള നിമോണിക് വെച്ചിട്ട് ഈ 9 എണ്ണത്തിനെ നമുക്ക് പഠിക്കാം. അതിൽ ഹില്ലിൽ HI എന്നുള്ള ഒരൊറ്റ അമിനോ ആസിഡിനെ റെപ്രസെന്റ് ചെയ്യാന്നുള്ളത് മാത്രം ഓർത്താൽ മതി. HI ഈസ് ഹിസ്റ്റിഡിൻ. അപ്പോൾ ഫീനൽ അലൈൻ, വാലിൻ, ത്രിയോണിൻ, ട്രിപ്റ്റോഫാൻ, ഐസോല്യൂസിൻ, മെത്തിയോണിൻ, ഹിസ്റ്റിഡിൻ, ല്യൂസിൻ, ലൈസിൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ 9 എണ്ണമാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. ഇനി ഈ പ്രോട്ടീന്റെ ഫംഗ്ഷൻസിലേക്ക് നോക്കാം. മെയിൻ ഫംഗ്ഷൻ നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് ബോഡി. നമ്മുടെ ബോഡി മേഡപ്പ് ഓഫ് ഒരുവിധം സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻസ് വെച്ചിട്ടാണ്. നമ്മൾ ഈ ആഹാരം കഴിക്കുന്നതിലുള്ള പ്രോട്ടീൻസ് ഡൈജസ്റ്റ് ആയി അമിനോ ആസിഡ്സ് ആയി മാറിയിട്ട് ആ അമിനോ ആസിഡ്സ് നമ്മളെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്ത് ഈ അമിനോ ആസിഡ്സിനെ ഉപയോഗിച്ചിട്ടാണ് പുതിയ ബോഡിക്ക് വേണ്ട പ്രോട്ടീൻസ് ബോഡിയിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ബോഡിയിലെ ഗ്രോത്തിന് വേണ്ടിയുള്ള പ്രോട്ടീൻസ് ഒക്കെ സപ്ലൈ ആവുന്നത്. മെയിൻ ഫംഗ്ഷൻ ആണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ ബോഡി. പിന്നെ വരുന്നത് റിപ്പയർ ഓഫ് ബോഡി ടിഷ്യൂസ് ആൻഡ് ദെയർ മെയിൻ്റെനൻസ്. നമ്മുടെ ശരീരത്തിൽ ഓരോ മെറ്റബോളിക് പ്രോസസ്സിലൂടെ ഇങ്ങനെ കുറെ പ്രോട്ടീൻസ് ഇങ്ങനെ പൊട്ടി പൊട്ടി പോകുന്നു, ഓരോ പാർട്സിന് റിപ്പയർ ഡാമേജ് വരുന്നു, അതൊക്കെ നന്നാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് റീജനറേഷൻ കപ്പാസിറ്റി ഉള്ള പല സാധനങ്ങളുണ്ട്. അതൊക്കെ നടത്താൻ റീജനറേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസിനെ നമ്മൾ ഈ കഴിക്കുന്ന ഡയറ്റിലൂടെയാണ് കിട്ടുന്നത്. പിന്നെ വരുന്നതാണ് സിന്തസിസ് ഓഫ് ആന്റിബോഡീസ്, എൻസൈംസ് ആൻഡ് ഹോർമോൺസ്. നമ്മുടെ ശരീരത്തിലുള്ള കുറെ മോളിക്യൂൾസ് അല്ലെങ്കിൽ കമ്പോണൻസ് ആണ് ഈ ആന്റിബോഡീസ്, എൻസൈംസ്, ഹോർമോൺസ് ഒക്കെ. ഇതൊക്കെ പ്രോട്ടീൻസ് ആണ്. ആന്റിബോഡീസ് പ്രോട്ടീൻസ് ആണ്, എൻസൈംസ് പ്രോട്ടീൻസ് ആണ്, ഹോർമോൺസ് പ്രോട്ടീൻസ് ആണ്. ഇതൊക്കെ ഉണ്ടാക്കാനുള്ള പ്രോട്ടീൻസ് അല്ലെങ്കിൽ അമിനോ ആസിഡ്സിനെ സപ്ലൈ ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന ഡയറ്റിലൂടെയാണ്. പിന്നെ വരുന്നത് പ്രോട്ടീൻ ക്യാൻ ഓൾസോ ഫേർണിഷ് എനർജി ടു ദ ബോഡി. അതൊരു ഫംഗ്ഷൻ ആണ്, പക്ഷെ ഒരു പ്രോട്ടീൻസിന്റെ മേജർ ഫംഗ്ഷനിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം പ്രൈമറിലി പ്രോട്ടീൻ നമ്മളെ എനർജി യൂട്ടിലൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്നില്ല, മറ്റുള്ള ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഫാറ്റ് ആൻഡ് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീനും എനർജി യൂട്ടിലൈസേഷന് വേണ്ടി ഉപയോഗിക്കും. 1 ഗ്രാം പ്രോട്ടീൻ 4 കലോറി എനർജി തരും. ഓക്കെ. പിന്നെ പ്രോട്ടീൻ സോഴ്സ് ഉള്ള ഫുഡാണ് പറയുന്നത്. അല്ലെ ആനിമൽ സോഴ്സ് നമുക്കൊക്കെ അറിയാം. എഗ്, മിൽക്ക്, മീറ്റ്, ഫിഷ്, ഇതൊക്കെ ആനിമൽ പ്രോട്ടീൻസ്, ആനിമൽ സോഴ്സ് ആണ് പ്രോട്ടീൻ കിട്ടുന്ന. പ്ലാന്റ് സോഴ്സിൽ പൾസസ്, സിറിയൽസ്, നട്ട്സ്. ഈ രണ്ട് സോഴ്സസും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ട്. ആനിമൽ പ്രോട്ടീൻസ് വെജിറ്റബിൾ പ്രോട്ടീൻസിനേക്കാളും കുറച്ചുകൂടി സുപ്പീരിയർ ആണ്. കാരണം അതിൽ എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും ആവശ്യമുള്ള അളവിൽ തന്നെ ലഭ്യമാണ് ഈ ആനിമൽ പ്രോട്ടീൻസിൽ. വെജിറ്റബിൾ പ്രോട്ടീൻസിലാണെങ്കിൽ 1 2 എസെൻഷ്യൽ അമിനോ ആസിഡ്സിന്റെ അവൈലബിലിറ്റി ഉണ്ടാവാതിരിക്കാനോ അല്ലെങ്കിൽ അളവ് കുറഞ്ഞു പോകാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സിന്റെ അവൈലബിലിറ്റി വെച്ച് നോക്കുമ്പോൾ ആനിമൽ പ്രോട്ടീൻസ് വെജിറ്റബിൾ പ്രോട്ടീൻസിനേക്കാളും സുപ്പീരിയർ ആണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ ആനിമൽ പ്രോട്ടീൻസ് വെജിറ്റബിൾ പ്രോട്ടീൻസിനേക്കാളും കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. നമ്മളിപ്പോ ബീഫും ഈ ഇറച്ചിയും മറ്റേ പൾസസും വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി റേറ്റ് കൂടുതൽ ഈ മീറ്റ് ഐറ്റംസിനാണ്. സോ ആനിമൽ പ്രോട്ടീൻസ് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ് താനും. പിന്നെ ഈ കൾച്ചറൽ ആൻഡ് റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിന്റെ പേരിൽ പലരും ഈ ആനിമൽ പ്രോട്ടീൻ കൺസ്യൂം ചെയ്യാത്ത ആൾക്കാരുണ്ട്. ചില ഓർത്തഡോക്സ് ഹിന്ദുസ് ഒക്കെ മീറ്റ്, എഗ്, മിൽക്കൊന്നും കൺസ്യൂം ചെയ്യില്ല. അപ്പോൾ ഈ ആനിമൽ പ്രോട്ടീൻസിന്റെ കൺസപ്ഷനും കുറച്ച് ബാരിയേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് കമ്പാരിറ്റീവ്ലി അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ഈ ആനിമൽ പ്രോട്ടീൻ ഉണ്ട്. ഒന്ന് എക്സ്പെൻസീവ് ആണ്, പിന്നെ ഈ കൾച്ചറൽ ബാരിയേഴ്സ് കാരണം കൺസപ്ഷനിൽ വരുന്ന പ്രശ്നങ്ങളുണ്ട്. ഓൺ ദ അതർ ഹാൻഡ് വെജിറ്റബിൾ പ്രോട്ടീൻസ് നോക്കുവാണെങ്കിൽ അളവ് കുറവാണ്, പക്ഷെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ അളവ്, ഇപ്പോൾ കഴിക്കുന്ന ചിക്കന്റെ അളവും കഴിക്കുന്ന ഒരു പൾസിന്റെയും സിറിയൽസിന്റെ അളവും നോക്കുവാണെങ്കിൽ നമ്മൾ സിറിയൽസും പൾസസും മീറ്റ് ഐറ്റത്തിനേക്കാളും കൂടുതൽ കഴിക്കുന്ന ഒരു സാധനമാണ്. ഈ ബൾക്ക് എമൗണ്ടിൽ കഴിക്കുമ്പോൾ കുറച്ചധികം പ്രോട്ടീൻസ് ഉള്ളിൽ എത്താനുള്ള സാധ്യതയുണ്ട്. പ്ലസ് ഇപ്പോ പ്രോട്ടീൻ ഈ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് നോക്കുവാണെങ്കിൽ പൾസസിൽ ഏതെങ്കിലും ഒരു എസെൻഷ്യൽ അമിനോ ആസിഡ് ആബ്സെന്റ് ആണെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ അതിന്റെ കൂടെ കഴിക്കുന്ന സിറിയലിൽ കിട്ടും. കോമ്പിനേഷൻ ആയിട്ട് ഈ വെജിറ്റബിൾ പ്രോട്ടീൻസ് കോമ്പിനേഷൻ ആയി കഴിക്കുക. ഒരു സിറിയലും അതിന്റെ കൂടെ പൾസും, ഏതെങ്കിലും ഒരു പൾസും കൂടി കഴിച്ചു കഴിഞ്ഞാൽ ഈ സിറിയലിൽ ഇല്ലാത്ത എസെൻഷ്യൽ അമിനോ ആസിഡ് പൾസെന്നും, പൾസൊന്നും ഇല്ലാത്ത ഈ പൾസസൊന്നും, പൾസസ് ഇല്ലാത്ത എസെൻഷ്യൽ അമിനോ ആസിഡ് കഴിക്കുന്ന സിറിയലിനും കിട്ടി കോമ്പൻസേറ്റ് ചെയ്ത് പോകും. ഓക്കെ. അങ്ങനെ ഒരു കോമ്പൻസേറ്ററി മെക്കാനിസം വഴി നമ്മൾ ഈ സിറിയൽസും പൾസസും കഴിച്ചാലും അത്യാവശ്യം അമിനോ ആസിഡ്സ് നമ്മുടെ ശരീരത്തിൽ എത്തും. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് പ്രോട്ടീൻ റിക്വയർമെന്റ്. നമ്മുടെ ശരീരത്തിൽ ഈ നമ്പർ ഓർത്ത് വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഇന്ത്യൻ അഡൾട്ടിന് അയാളുടെ ശരീരഭാരത്തിനനുസരിച്ച് ഉള്ള പ്രോട്ടീൻ റിക്വയർമെന്റ് 0.83 ഗ്രാം ഓഫ് പ്രോട്ടീൻ പെർ കിലോഗ്രാം ഓഫ് ബോഡി വെയിറ്റ് ആണ് നമ്മുടെ ഒരു ഇന്ത്യൻ അഡൾട്ടിന്റെ പ്രോട്ടീൻ റിക്വയർമെന്റ്. ഇനി പ്രോട്ടീൻ ഡെഫിഷ്യൻസി കാരണം വരുന്ന
കണ്ടീഷൻസിലേക്ക് നോക്കാം. ഒരു പ്രഗ്നൻസി ടൈമിലാണ് പ്രോട്ടീൻ ഡെഫിഷ്യൻസി വരുന്നതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ജനിക്കുന്ന കുട്ടി സ്റ്റിൽ ബർത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ അനീമിക് ആയിരിക്കാം, അമ്മ അനീമിക് ആവാനും, പിന്നെ ജനിക്കുന്ന കുട്ടിക്ക് ലോ ബർത്ത് വെയിറ്റ് ആവാനും സാധ്യതയുണ്ട്. ഒരു 2.5 കിലോഗ്രാമിനേക്കാളും കുറഞ്ഞ വെയിറ്റോട് കൂടി കുട്ടി ജനിക്കാനും സാധ്യതയുണ്ട്. ഒരു ഇൻഫൻസിയിലും ഏർലി ചൈൽഡ്ഹുഡിലും ആണെങ്കിൽ ഈ പ്രോട്ടീൻ ഡെഫിഷ്യൻസി മരാസ്മസ്, കാഷിയോർക്കർ തുടങ്ങിയ കണ്ടീഷൻസിലേക്കോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഗ്രോത്ത്, വളർച്ചക്കുറവ്, മെന്റൽ റിട്ടാർഡേഷൻ, അപ്പോൾ ഇതിനൊക്കെ കാരണം ഈ പ്രോട്ടീൻ ആണ് നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് ആവശ്യമുള്ള ഒരു ന്യൂട്രിയന്റ് ആണ് ഈ പ്രോട്ടീൻ. അപ്പൊ പ്രോട്ടീൻ കിട്ടാതായാൽ അവരുടെ ഫിസിക്കൽ ഗ്രോത്തിനെ ബാധിക്കും, മെന്റൽ ഡെവലപ്മെന്റിനെ ബാധിക്കും. നെക്സ്റ്റ് അഡൽട്സിലാണെങ്കിൽ അവരുടെ വെയിറ്റ് ലോസ് ഉണ്ടാകാം, അനീമിക് ആവാം, ഇൻഫെക്ഷൻസിനോട് കൂടുതൽ സസെപ്റ്റിബിൾ ആവാം, വൂണ്ട് ഹീലിംഗ് കുറച്ച് ഡിലേ ആവാം, നമുക്ക് ഇങ്ങനെ അധ്വാനിക്കാനുള്ള കപ്പാസിറ്റി കുറയുകയും ചെയ്യും. അപ്പോൾ അഡൽട്ടിലാണെങ്കിൽ അവർക്ക് വെയിറ്റ് കുറയും, ഇൻഫെക്ഷൻസിനോടുള്ള റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇൻഫെക്ഷൻസിന് സസെപ്റ്റിബിൾ ആവും, പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആവും, അസുഖങ്ങൾ വിട്ടുമാറാതാവും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് ഈ അഡൽട്സിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഫാറ്റ് ആണ്. ഫാറ്റിലേക്ക് നോക്കുവാണെങ്കിൽ ഇറ്റ്സ് കമ്പോസ്റ്റ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. നേരത്തെ പറഞ്ഞല്ലോ നൈട്രജന്റെ പ്രസൻസ് പ്രോട്ടീനിൽ ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ ഇതിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആണുള്ളത്. ഇതിന്റെ സിമ്പിൾ യൂണിറ്റ്സ് നോക്കുവാണെങ്കിൽ ഫാറ്റി ആസിഡ്സ് ആണ്. മറ്റടുത്ത് അമിനോ ആസിഡ് ആണെങ്കിൽ ഫാറ്റിൽ ഫാറ്റി ആസിഡ്സ് ആണ്. ഇതിൽ സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും ആയിട്ട് ഈ ഫാറ്റി ആസിഡ്സ് തിരിച്ചിട്ടുണ്ട്. ഇതിൽ ആനിമൽ ഫാറ്റ്സ് കൂടുതലും സാച്ചുറേറ്റഡും ഈ വെജിറ്റബിൾ ഓയിൽസും ഫാറ്റ്സും കൂടുതലും എല്ലാം എന്നല്ല കൂടുതലും അൺസാച്ചുറേറ്റഡും ആയിട്ടാണ് കാണുന്നത്. എല്ലാ ആനിമൽ ഫാറ്റും സാച്ചുറേറ്റഡും അല്ല, വെജിറ്റബിൾ ഫാറ്റും അൺസാച്ചുറേറ്റഡും അല്ല, മോസ്റ്റ് ഓഫ് ദം എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പൊ ഈ അൺസാച്ചുറേറ്റഡ് നല്ല ഫാറ്റും സാച്ചുറേറ്റഡ് ഹെൽത്തിന് ഹാർംഫുൾ ആയ ഫാറ്റും ആണ്. നെക്സ്റ്റ് അതിന്റെ ഈ ഫാറ്റിന്റെ ഫങ്ഷൻസ് ആണ്. മെയിൻ ആയിട്ട് എനർജി സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഫാറ്റ് ആണ്. ഇപ്പൊ കാർബോഹൈഡ്രേറ്റും ഫാറ്റും ആണ് നമ്മുടെ എനർജി സോഴ്സ്. അതിൽ ഫാറ്റ് 1 ഗ്രാം ഫാറ്റ് 9 കലോറീസ് ഓഫ് എനർജി സപ്ലൈ ചെയ്യും. നെക്സ്റ്റ് നമ്മുടെ ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസിന്റെ ട്രാൻസ്പോർട്ടേഷൻ, അബ്സോർപ്ഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഫാറ്റ് ആണ്. അതൊരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആണ്. പിന്നെ നമ്മുടെ ശരീരത്തിൽ വേണ്ട എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സിനെ സപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഡയറ്റിലൂടെ കൺസ്യൂം ചെയ്യുന്ന ഫാറ്റ് ആണ്. ഈ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രിയൻ കമ്പോണന്റ് ആണ് ഈ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ ഇന്റേണൽ ഓർഗൻസ്. നമ്മുടെ ഈ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ഒരു ഫാറ്റ് ലെയറിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ച പോലെയാണുള്ളത്. അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഫാറ്റ് കവറിങ്ങിന്. ഒന്ന്, അത് അതിനെ ആ സ്പേസിൽ ഹോൾഡ്, ആ പ്ലേസിൽ പിടിച്ചു നിർത്തുന്നുണ്ട്, അതിനൊരു പ്രൊട്ടക്റ്റീവ് കവറിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് മേലേക്ക് ഷോക്ക് ഒന്നും ഏൽക്കാതെ, ഇപ്പോൾ ആഘാതങ്ങളൊന്നും ഏൽക്കാതെ ഒരു ഷോക്ക് അബ്സോർബർ ആയിട്ടും ഈ ഫാറ്റ് ലെയർ ആക്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് ഈ ഫാറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഫാറ്റ് ലെയർ ബിലോ സ്കിൻ ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് ദി ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ശരീരത്തിന്റെ സ്കിന്നിന്റെ അടിയിൽ ഒരു സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ലെയർ ഉണ്ട്. ഈ ഫാറ്റ് ലെയർ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ മെയിൻ്റനൻസിൽ ഇമ്പോർട്ടന്റ് റോൾ വഹിക്കുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ തണുത്ത കാലാവസ്ഥയിൽ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ചൂടിനെ പുറത്തേക്ക് വിടാതെ ഇൻസുലേറ്റർ ആയിട്ട് അത് ആക്ട് ചെയ്യും. അതേപോലെ ചൂട് കൂടിയ കാലാവസ്ഥ, പുറത്ത് ചൂട് കൂടുതലാണെങ്കിൽ ആ ചൂട് നമ്മുടെ ശരീരത്തിലേക്ക് ഉള്ളോട്ട് കയറാതെ ഒരു ഇൻസുലേറ്റിംഗ് ലെയർ ആയിട്ട് ഈ ഫാറ്റ് ലെയർ ആക്ട് ചെയ്യും. പുറത്ത് തണുത്ത കാലാവസ്ഥയാകുമ്പോൾ ഉള്ളിലുള്ള ചൂടിനെ അതേപോലെ നിലനിർത്തുന്നു. പുറത്ത് ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ ആ ചൂട് ശരീരത്തിനുള്ളിലേക്ക് കയറി ആ ശരീരത്തിന്റെ ടെമ്പറേച്ചർ വർദ്ധിപ്പിക്കാത്ത രീതിയിൽ, രണ്ട് രീതിയിലും അതൊരു ഇൻസുലേറ്റിംഗ് ലെയർ ആയിട്ട് ആക്ട് ചെയ്യും. നെക്സ്റ്റ്, ഫാറ്റ് കണ്ടെയ്നിങ് ഫുഡ്സ് ആർ ടേസ്റ്റി. ഫാറ്റിന്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ ഫുഡിന് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യും. ഫാറ്റിന്റെ സോഴ്സ് ആണ് ഇതേപോലെ തന്നെ ആനിമൽ സോഴ്സ് ഉണ്ട്, വെജിറ്റബിൾ സോഴ്സ് ഉണ്ട്. ആനിമൽ സോഴ്സ് നമുക്കറിയാം ഗീ, ബട്ടർ, ഫിഷ് ഓയിൽസ്, മീറ്റിലുള്ള ഫാറ്റ്, അതൊക്കെ. വെജിറ്റബിൾ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓയിൽ സീഡ്സ് ഒന്നും, ചില വെജിറ്റബിൾസ് ഒന്നും നമുക്ക് ഓയിൽ കിട്ടും. ഇപ്പോൾ കോക്കനട്ട് ഓയിൽ, ജിഞ്ചർലി ഓയിൽ, ഗ്രൗണ്ട് നട്ട് ഓയിൽ, ഇത്തരം വെജിറ്റബിൾസ് നിന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഓയിൽസ് ഉണ്ട്. ഓയിൽ സീഡ്സ് എന്നൊക്കെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന അങ്ങനെ കിട്ടുന്ന ഓയിൽസ് ആണ് വെജിറ്റബിൾ സോഴ്സ്. ഈ ഫാറ്റിന് അല്ലെങ്കിൽ ഫാറ്റിന് നമുക്ക് രണ്ട് ടൈപ്പ് ആക്കി എടുക്കാം. ഒന്ന് വിസിബിൾ ഫാറ്റും ഒന്ന് ഇൻവിസിബിൾ ഫാറ്റും. ഈ വിസിബിൾ ഫാറ്റ് എന്ന് വെച്ചാൽ അതിന്റെ നാച്ചുറൽ സോഴ്സിൽ നിന്ന് വേർതിരിച്ച് എടുത്തിട്ടുള്ള ഫാറ്റാണ്. ഇപ്പോൾ തേങ്ങയിൽ നിന്ന് മാറ്റിയെടുത്ത വെളിച്ചെണ്ണ, ഈ വെളിച്ചെണ്ണ ഒരു വിസിബിൾ ഫാറ്റാണ്. ഓക്കെ, അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് കോക്കനട്ട് ആയിരുന്നു. അപ്പൊ നമ്മൾ അതിനെ മാറ്റി വെളിച്ചെണ്ണ ആക്കി. അപ്പൊ കോക്കനട്ട് ഓയിൽ, അതേപോലെ പാലിൽ നിന്ന് ഗീ എടുത്തു കഴിഞ്ഞാൽ ഗീ, അതൊക്കെ വിസിബിൾ ഫാറ്റ് ആണ്.
പക്ഷെ ഇൻവിസിബിൾ ഫാറ്റ് എന്ന് വെച്ചാൽ അതിന്റെ സോഴ്സിലായിരിക്കും നമുക്ക് അത് വേർതിരിച്ച് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ കഴിക്കുന്ന എല്ലാ ആഹാരത്തിലും ഫാറ്റ് ഉണ്ട്. ഇപ്പോൾ അരി എടുത്ത് അരിയിൽ ചെറിയ അളവിൽ ഫാറ്റ് ഉണ്ടാകാം, പൾസസ് എടുത്ത് അതിൽ ഫാറ്റ് ഉണ്ടാവും. അപ്പൊ അത് ആ സോഴ്സിൽ തന്നെയാണ്. അപ്പോൾ ഈ നാച്ചുറൽ സോഴ്സിന്റെ ഉള്ളിൽ തന്നെ കിടക്കുക, നമുക്ക് നേക്കഡ് ആയതുകൊണ്ട് കാണാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ഫാറ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സിറിയൽസിൽ ഒരു എമൗണ്ട് ഓഫ് ഫാറ്റ് ഉണ്ട്, പക്ഷെ ആ ഫാറ്റ് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ പാലിൽ നിന്ന് ഗീ വേർതിരിച്ചു കഴിഞ്ഞാൽ ഗീ നമുക്ക് ആ ഫാറ്റ് ആയിട്ട് നമുക്ക് കാണാം. ഒരു വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ നമുക്ക് ഫാറ്റ് ആയിട്ട് കാണാം, പക്ഷേ ഈ സിറിയലിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ പൾസസിന്റെ ഉള്ളിലോ ആയ ഫാറ്റ് നമുക്ക് വിസിബിൾ അല്ല. ഇതിലെ ഈ രണ്ട് ടൈപ്പ് ഓഫ് ഫാറ്റിലും നമ്മളെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ വിസിബിൾ ഫാറ്റിന്റെ കൺസെപ്ഷൻ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ഇയാൾ ഇത്ര ഗ്രാം ഗീ ആണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ഇത്ര ml ഓഫ് കോക്കനട്ട് ഓയിൽ അയാൾ കൺസ്യൂം ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. മറ്റേതിൽ നോക്കുവാണെങ്കിൽ ഇത്ര ഗ്രാം സിറിയൽ കഴിച്ചോ അതിൽ എത്ര ഗ്രാം ഫാറ്റ് ഉണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാനോ പറ്റില്ല. ഈ ഇൻവിസിബിൾ ഫാറ്റിന്റെ കൺസംഷൻ കറക്റ്റ് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതാണ് ഈ തമ്മിലുള്ള വ്യത്യാസം. ഇനി റിക്വയർമെന്റ് ആണ്. നമ്മുടെ ശരീരത്തിന് എത്ര ഫാറ്റ് വേണം എന്നുള്ളത് നമ്മുടെ ഏജ്, നമ്മുടെ ഫിസിയോളജിക്കൽ സ്റ്റേറ്റ്, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ലെവൽ, ഇതൊക്കെ അനുസരിച്ചാണ് നമുക്ക് എത്രത്തോളം ഫാറ്റ് വേണം എന്നുള്ളത് നോക്കുക. കാരണം ഓവർ കൺസപ്ഷൻ നമ്മുടെ ഹെൽത്തിന് ഹാനികരമാണ്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചാണ് ഫാറ്റ് കൺസ്യൂം ചെയ്യുന്നത്. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഒരു ഇന്ത്യൻ അഡൾട്ട് മെയിലിന് അയാൾ ഒരു സെക്കൻഡറി ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ അത്ര മേലനങ്ങുന്ന ഒരാളല്ലെങ്കിൽ അയാൾക്ക് 25 ഗ്രാം പെർ ഡേ, കുറച്ച് മോഡറേറ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്ന ആളാണെങ്കിൽ 30, ഒരു ഹെവി വർക്ക് ചെയ്യുന്ന ഒരു മെയിൽ ആണെങ്കിൽ അയാൾക്ക് 40 ഗ്രാം പെർ ഡേ. അപ്പൊ നമ്മുടെ ഏജ്, ഫിസിയോളജിക്കൽ സ്റ്റേറ്റ്, ഫിസിക്കൽ ആക്ടിവിറ്റി, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ റിക്വയർമെന്റ് നോക്കുന്നത്. അതേപോലെ വുമന് നോക്കുകയാണെങ്കിൽ സെഡൻഡറി ആണെങ്കിൽ 20 ഗ്രാം പെർ ഡേ, മോഡറേറ്റ് ആണെങ്കിൽ 25 ഗ്രാം പെർ ഡേ, ഹെവി വർക്ക് എടുക്കുന്ന ഒരു സ്ത്രീക്ക് 30 ഗ്രാം പെർ ഡേ. ഇങ്ങനെയാണ് റിക്വയർമെന്റ് കണക്കാക്കുന്നത്. മെയിൻ ആയിട്ട് നോക്കേണ്ടത് പണ്ടൊക്കെ ഇതൊരു സിംഗിൾ വാല്യൂ ആയിട്ട് ആക്കല, പക്ഷെ ഇപ്പോൾ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിനെയും ഫിസിയോളജിക്കൽ സ്റ്റേറ്റിനെയും ഒക്കെ മാനദണ്ഡപ്പെടുത്തിക്കൊണ്ട് റിക്വയർമെന്റിനനുസരിച്ചുള്ള നീഡിനനുസരിച്ചുള്ള ഒരു റിക്വയർമെന്റ് ആണ് പറയുന്നത്. നെക്സ്റ്റ്, ഫാറ്റും ചില ഡിസീസസും തമ്മിലുള്ള റിലേഷൻസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഓവർ കൺസപ്ഷൻ ഓഫ് ഫാറ്റ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഒന്ന് ഒബിസിറ്റി, നമ്മൾ ആവശ്യത്തിലധികം ഫാറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഒബീസ് ആവാനുള്ള സാധ്യത കൂടും. പിന്നെ ഫ്രിനോഡർമ, നേരത്തെ പറഞ്ഞ പോലെ എസെൻഷ്യൽ ഫാറ്റി ആസിഡ് സ്കിന്നിന്റെ ഹെൽത്തിന് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഡെഫിഷ്യൻസി ഓഫ് ഈ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആണ് ഫ്രിനോഡർമ എന്നുള്ള കണ്ടീഷൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ സ്കിന്ന് കുറെ റഫും ഡ്രൈയും ആക്കും. അതിനൊരു പേരുകൂടി ഉണ്ട്, ടോട്ട് സ്കിൻ എന്നും കൂടി പറയും. അപ്പൊ ഫ്രിനോഡർമ ഈസ് ഡ്യൂ ടു ദി ഡെഫിഷ്യൻസി ഓഫ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. നെക്സ്റ്റ്, കൊറോണറി ഹാർട്ട് ഡിസീസ്. നമ്മുടെ ഫാറ്റ് കൂടുതലുള്ള ആഹാരം കഴിക്കുന്നത് കൊറോണറി ഹാർട്ട് ഡിസീസ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടും. ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് ഈ പറയുന്നതിൽ തന്നെ കൊറോണറി ഹാർട്ട് ഡിസീസസിന്റെ റിസ്ക് ഫാക്ടർ കൂട്ടുന്നത്. സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് ആരോഗ്യത്തിന് മോശമായിട്ടുള്ളത് ശരിക്കും. ഇനി ഈ ലിപ്പോപ്രോട്ടീൻസിൽ തന്നെ LDL, VLDL, HDL എന്ന് പറഞ്ഞ 3 ടൈപ്പ് ഓഫ് ലിപ്പോപ്രോട്ടീൻസ് ഉണ്ട്. ഇതിൽ LDL എന്ന് വെച്ചാൽ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, VLDL വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, മറ്റേത് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഇതിൽ ഈ HDL ആണ് നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മൾ. അതാണ് ഈ HDL, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. അത് ഈ ആട്രോസ്ക്ലിയോസിസ് എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ ലൂമൻ ചുരുങ്ങി പോകുന്ന അവസ്ഥയിൽ അതിന് എതിരെ നിൽക്കുന്ന പ്രൊട്ടക്റ്റീവ്, ഈ കൊറോണറി ഹാർട്ട് ഡിസീസിന്റെ ഡെവലപ്മെന്റിന് എതിരെ പ്രവർത്തിക്കുന്നതാണ് ഈ HDL. അപ്പൊ HDLന്റെ ലെവൽ ഉയർന്നു നിന്നാൽ അതൊരു പ്രൊട്ടക്റ്റീവ് എഫക്റ്റ് ആണ്. LDLും VLDLും ആണ് നമ്മൾ വൃത്തികെട്ട കൊളസ്ട്രോൾ അല്ലെങ്കിൽ മോശം കൊളസ്ട്രോൾ എന്ന് പറയുന്ന സാധനങ്ങൾ. ഇത് രണ്ടും PhD ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടും. കാരണം അത് രണ്ടും ആട്രോജനിക് ആണ്. നമ്മുടെ ലൂമന്റെ ഡയമീറ്റർ ഒക്കെ ചുരുങ്ങാനും ബ്ലഡ് ഫ്ലോ ഒക്കെ തടസ്സപ്പെടുത്താനുള്ള കപ്പാസിറ്റി LDLനും VLDLനും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് അസുഖം എന്ന് പറഞ്ഞാൽ ക്യാൻസർ ആണ്. നമ്മുടെ ഫാറ്റ് കൂടുതലുള്ള ഡയറ്റ് എടുക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസറിനും കൊളോൺ ക്യാൻസറിനും റിസ്ക് ആകാം എന്നാണ് പറയുന്നത്. അടുത്ത ഇതാണ് നമ്മുടെ ന്യൂട്രീഷനിൽ പറയുന്ന ഒരു സാധനമാണ് വനസ്പതി. നമ്മളെല്ലാവരും കണ്ടിട്ട് ഈ ഡാൽഡ എന്ന് പറയുന്ന ഈ സാധനം. ഈ വനസ്പതി എന്താണെന്ന് നോക്കാം. വനസ്പതി is produced by hydrogenation of vegetable oil at an optimum temperature, optimum pressure and in presence of a suitable catalyst. ഒരു വെജിറ്റബിൾ ഓയിലിനെ ഹൈഡ്രോജനേറ്റ് ചെയ്തിട്ടാണ് ഈ വനസ്പതി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഹൈഡ്രോജനേഷനിൽ കൂടെ കുറച്ച് ചേഞ്ചസ് വരും. വെജിറ്റബിൾ ഓയിൽ ലിക്വിഡ് ആണ്, ഈ വനസ്പതി ഒരു സെമി സോളിഡ് ഗീ ലൈക്ക് കൺസിസ്റ്റൻസി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓയിൽ അല്ല, ഒരു കട്ടിയുള്ള ഫാറ്റ് ആണ് വനസ്പതി എന്ന് പറയുന്നത്. ലിക്വിഡ് ഓയിൽസ് ആർ കൺവേർട്ടഡ് ടു സോളിഡ് ഓർ സെമി സോളിഡ് ഫാറ്റ്. ഇതിലുള്ള അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് സാച്ചുറേറ്റഡ് ആണ്. അപ്പൊ നല്ലത് അൺസാച്ചുറേറ്റഡ് ആയിരുന്നു, അത് മാറി ശരീരത്തിന് ഹാനികരമായ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആയാണ് മാറുന്നത്. അപ്പൊ വനസ്പതി നല്ല ഫാറ്റ് ആണോ എന്ന് വെച്ചാൽ അല്ല,
ഹെൽത്തി ആയുള്ള അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിനെ മാറ്റി അൺഹെൽത്തി ആയുള്ള സാച്ചുറേറ്റഡ് ആണ് ആക്കുന്നത്. പക്ഷെ ഇതെന്തിനാ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് കീപ്പിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓയിലിനേക്കാളും കൂടുതൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു സാധനമാണ് ഈ വനസ്പതി എന്ന് പറയുന്നത്. അതേപോലെ ഇതിലുള്ള എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സിന്റെ കമ്പോണൻസും ഈ ഹൈഡ്രോജനേഷൻ വഴി താഴ്ന്നു പോകാം. അപ്പോൾ ഹെൽത്തി ആയ ഒരു സാധനത്തിന് അൺഹെൽത്തി ആക്കുവാണ്, പക്ഷെ ഇതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റിയും അതിന്റെ ലൈഫും ഷെൽഫ് ലൈഫും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നോക്കുന്നത് എന്താ വെച്ചാൽ ഈ വനസ്പതിയിൽ നമ്മൾ വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി എന്നിവ വെച്ചിട്ട് ഫോർട്ടിഫൈ ചെയ്യും. ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്താ നമ്മൾ ലേറ്റർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ഈ വനസ്പതിയിലേക്ക് വൈറ്റമിൻ എയും ഡിയും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അടുത്ത കമ്പോണന്റ് നോക്കുവാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. കാർബോഹൈഡ്രേറ്റ്സ് ഈസ് ദ ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് എനർജി. നമ്മുടെ ശരീരത്തിന് എനർജി സപ്ലൈ ചെയ്യുന്ന ഏറ്റവും ചീപ്പസ്റ്റ് സോഴ്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. ഇതിലും കമ്പോണൻസ് വരുന്ന കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഓക്കെ, നമ്മൾ ഇപ്പൊ അതേപോലെ പറയുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യത്തിലധികം എടുക്കുന്ന കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. അപ്പോ ചിലർ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഒരു കുന്നോളം ചോറൊക്കെ വിളമ്പിയിട്ട് അങ്ങോട്ട് കഴിക്കും. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എനർജി കാർബോഹൈഡ്രേറ്റ് നിന്ന് എടുത്തതിന് ശേഷം ബാക്കിയൊക്കെ ഫാറ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ചിക്കനും ബീഫും ഒന്നും കഴിച്ചില്ലെങ്കിലും ഫാറ്റ് കൂടാൻ നമ്മൾ ആവശ്യത്തിലധികം കാർബോഹൈഡ്രേറ്റ് എടുത്താലും മതി. ഈ കാർബോഹൈഡ്രേറ്റിന്റെ സോഴ്സസ് നോക്കാം. ഫസ്റ്റ് വൺ ഈ സ്റ്റാർച്ച്. നമ്മുടെ സിറിയൽസിലും ട്യൂബേഴ്സിലും റൂട്ട്സിലൊക്കെ ഇപ്പൊ കപ്പ, അരി ഇതിലൊക്കെ ഉള്ളതാണ് ഈ സ്റ്റാർച്ച് ആയിട്ട് കിടക്കുന്ന സോഴ്സ്. പിന്നെ ഷുഗർ, സാക്കറൈഡ്സും ഡൈസാക്കറൈഡ്സും ആയിട്ട് ഷുഗേഴ്സ് ആയിട്ടും ഈ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട്. അതിൽ വരുന്ന ഈ ഫക്ടോസ്, ഫ്രൂട്ട്സിലൂടെ വരുന്ന ഫക്ടോസ്, പിന്നെ സൂക്രോസ്, നമ്മുടെ ഷുഗറിലുള്ള സൂക്രോസ്, അതൊക്കെ ഈ ഡൈസാക്കറൈഡ്സിൽ പെടുന്ന ആണ്. അതൊക്കെ ഈ കാർബോഹൈഡ്രേറ്റ്സിന്റെ സോഴ്സ് ആണ്. പിന്നെ വരുന്നത് സെല്ലുലോസ് ആണ്. സെല്ലുലോസ് എന്ന് പറയുന്ന ഒരു ഫൈബേഴ്സ് ലൈനിങ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ഹാർഡാണ്, അതിന് വലിയ ന്യൂട്രിറ്റീവ് വാല്യൂ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ പഴങ്ങളുടെ ഒക്കെ തൊലിയിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതിന്റെ പൾപ്പിലും സെല്ലുലോസ് ഉണ്ട്, പക്ഷെ തൊലിയിലാണ് ഈ സെല്ലുലോസിന്റെ കണ്ടന്റ് കൂടുതലായിട്ട് കാണുന്നത്. ഈ സെല്ലുലോസിന്റെ ഒരു മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റൂളിന്റെ ബൾക്കിനെസ് ഇൻക്രീസ് ചെയ്യുക, അതിന്റെ റെഗുലാരിറ്റി ഓഫ് സ്റ്റൂൾ ഉറപ്പുവരുത്തുക. അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ എലിമെന്ററി ട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്റ്റൂൾ ഫോർമേഷനിലും സ്റ്റൂളിന്റെ ബൾക്ക് ഫോർമേഷനിലും അതിന്റെ റെഗുലാരിറ്റിയിലും ഒക്കെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ സെല്ലുലോസ്. ഇത് ഡയറ്ററി ഫൈബറിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സെല്ലുലോസ് എന്ന് പറയുന്നത്. അപ്പൊ ഈസിലി ഡൈജസ്റ്റബിൾ ആയുള്ള ഒരു സാധനമല്ല. അതേപോലെ നെക്സ്റ്റ് വരുന്നതാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ്. ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് വെച്ചാൽ ഒരു തോത് എന്ന് വേണേൽ പറയാം. ഓക്കെ, ഒരു മെഷറാണ്. ഈ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫുഡ് എന്ന് വെച്ചാൽ ഒരു ഫുഡ്, അങ്ങനെ ആ കാറ്റഗറി പെടുന്ന ഒരു ഫുഡ് എന്താണെന്ന് വെച്ചാൽ അതിലുള്ള ഷുഗറിന്റെ ഡൈജഷനും അബ്സോർപ്ഷനും കുറച്ചുകൂടി സ്പീഡ് ആയിരിക്കും. പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുകയും ഷുഗർ അത് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയിട്ട് ആ സ്പൈക്ക് ഉണ്ടാക്കും. ഒരു ഗ്ലൂക്കോസ് സ്പൈക്ക് ബ്ലഡിൽ ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് ഫുഡിനാണ് നമ്മൾ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന ഫുഡ് എന്ന് പറയുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ബ്ലഡിലേക്ക് അബ്സോർബ് ആയ ഒരു ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാക്കുന്ന ഫുഡിന് നമ്മൾ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഫുഡ് എന്ന് പറയുന്നു. അതിൽ പെടുന്നതാണ് ഈ ബേക്ക്ഡ് പൊട്ടാറ്റോ, കോൺഫ്ലേക്സ്, വാട്ടർ മെലൺ ഒക്കെ ഇതിൽ പെടുന്നതാണ്. ഹൈ GI ഉള്ള ഫുഡാണ്. ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫുഡ് എന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി മെല്ലെ ഡൈജസ്റ്റ് ആയി മെല്ലെയാണ് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒരു ഷുഗർ സ്പൈക്ക് ഇത്തരം ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫുഡ് ഉണ്ടാക്കില്ല. അതിന് എക്സാമ്പിൾ ആണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും. ഈ ഫ്രൂട്ട്സ് തന്നെ വാട്ടർമെലൺ ഹൈ GI ഉള്ള ഫുഡാണ് കേട്ടോ. അപ്പോൾ ഒരു ഡയബറ്റിക് പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്യൂട്ടബിൾ ആയ ഫുഡ് ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണോ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണോ എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും പറയാം ലോ GI വാല്യൂ ഉള്ള ഫുഡിനെയാണ് നമ്മൾ ഈ ഡയബറ്റിക് പേഷ്യൻസിന് പറയുന്നത്. കാരണം ഷുഗർ സ്പൈക്സ് ഉണ്ടാക്കില്ല, പെട്ടെന്ന് മെല്ലെ ഡൈജസ്റ്റ് ആയി മെല്ലെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫുഡാണ് ഈ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ളത്. നെക്സ്റ്റ് ഇറ്റ് ഈസ് ഡയറ്ററി ഫൈബർ ആണ്. ഈ ഡയറ്ററി ഫൈബർ ഈസ് ഒരു ഡെഫിനിഷൻ നോക്കാം. ഡയറ്ററി ഫൈബർ ഈസ് ദ റെമനന്റ് ഓഫ് എഡിബിൾ പാർട്ട് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനലോഗസ് കാർബോഹൈഡ്രേറ്റ്സ് that are resistant to digestion and absorption in small intestine and undergo partial or complete fermentation in large intestine. നേരത്തെ പറഞ്ഞ സെല്ലുലോസ് ഒരു ഡയറ്ററി ഫൈബറിലേക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അതേപോലെ നമുക്ക് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് ദഹിക്കാത്തതും അതിൽ അബ്സോർബ് ചെയ്യപ്പെടാത്തതായ സാധനങ്ങൾ, അത് അത്തരം സാധനങ്ങളാണ് ഈ ഡയറ്ററി ഫൈബേഴ്സ്. നമ്മുടെ പഴങ്ങളുടെ തൊലിയിലും നാരുകളും ഒക്കെ ആയിട്ട് വരുന്ന സാധനങ്ങളുണ്ട്, നമുക്ക് ദഹിക്കില്ല. അത് ഈ പറയുന്ന പോലെ മെയിൻ ഫംഗ്ഷൻ ആയിട്ട് വരുന്ന ഈ സ്റ്റൂളിന്റെ ബൾക്കിനെസ്സും റെഗുലാരിറ്റിക്കും വേണ്ടി പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഉണ്ട് ഈ കൺട്രോൾ ഓഫ് കൊളസ്ട്രോൾ ആൻഡ് ഷുഗറിലും
ഗ്ലൂക്കോസിന്റെയും കൊളസ്ട്രോളിന്റെയും കൺട്രോളിലും ഈ ഡയറ്ററി ഫൈബേഴ്സിന് റോൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഏതോ പരസ്യത്തിലൊക്കെ കേൾക്കാലോ, മറ്റേ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ പഞ്ചസാര കുറച്ചാൽ പോരാ, ഫൈബർ കൂട്ടുകയും വേണമെന്ന് പറയുന്നത് കേട്ടില്ല. അതേപോലെ ഈ ഡയറ്ററി ഫൈബേഴ്സിന് നമ്മുടെ ബ്ലഡ് ഷുഗറിന്റെയും ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിന്റെയും ബ്ലഡ് കൊളസ്ട്രോൾ ലെവലിന്റെയും മെയിൻ്റെനൻസിൽ റോൾ ഉണ്ട്. ഓക്കെ, അടുത്തത് വൈറ്റമിൻസ് ആണ്. നമ്മുടെ വൈറ്റമിൻസ് ഒരു മൈക്രോ ന്യൂട്രിയൻസ് ആണ്. വൈറ്റമിൻസ് എന്ന് പറയുന്നത് കുറച്ച് സ്മോൾ എമൗണ്ട്സിൽ നമുക്ക് മതി. ഇത് എനർജി പ്രൊഡക്ഷനിലേക്കൊന്നുമില്ല, നമ്മുടെ ആരോഗ്യത്തിന്റെ കുറെ മെറ്റബോളിക് ആക്ടിവിറ്റീസിനും മറ്റ് ഇൻഫെക്ഷനെതിരെ പോരാനുള്ള ഇമ്മ്യൂണിറ്റി കാര്യങ്ങളും അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് ഈ വൈറ്റമിൻസ്. ഈ വൈറ്റമിൻസിനെ ബ്രോഡ്ലി 2 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് ഫാറ്റ് സോല്യൂബിളും ഒന്ന് വാട്ടർ സോല്യൂബിളും ആയിട്ട്. ഫാറ്റ് സോല്യൂബിൾ 4 എന്നാണ്, ADEK. ഈ 4 ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് മനസ്സിലാക്കി വെക്കണം. വൈറ്റമിൻ ADEK, അടക്. ഈ അടക്കാണ് ഫാറ്റ് സോല്യൂബിൾ. ബാക്കി ബി കോംപ്ലക്സും സിയും വാട്ടർ സോല്യൂബിൾ ആണ്. അതിൽ നമുക്ക് ഓരോ വൈറ്റമിൻസിനെ ഡീപ്പായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് വൈറ്റമിൻ എ. വൈറ്റമിൻ എ ഒരു ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻ ആണ്. അതിന്റെ കെമിക്കൽ നെയിം നമ്മൾ റെറ്റിനോൾ എന്ന് പറയും. ഓക്കെ, ബീറ്റാ കരോട്ടിൻ എന്ന് പറയുന്നത് അതിന്റെ പ്രോ വൈറ്റമിൻ ആണ്. ഈ പ്രോ വൈറ്റമിൻ എന്താണെന്ന് വെച്ചാൽ, ഈ പ്രോ വൈറ്റമിൻ നമ്മുടെ ശരീരത്തിൽ ഒരു ഇനാക്റ്റീവ് അല്ലെങ്കിൽ ഒരു വൈറ്റമിൻ അല്ല. ആ പ്രോ വൈറ്റമിൻ നമ്മുടെ ശരീരത്തിൽ വെച്ചിട്ട് മെറ്റബോളിക് ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് ആക്റ്റീവ് വൈറ്റമിൻ ആക്കി മാറ്റും. ഇപ്പൊ ചില പ്ലാന്റ് ഫുഡ്സിലൊക്കെ ഈ വൈറ്റമിൻ പ്രോ വൈറ്റമിൻ ആയിട്ടാണ് കിടക്കുന്നത്. എന്ന് വെച്ചാൽ കരോട്ടീൻസ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ ബീറ്റാ കരോട്ടീൻ. ഈ ബീറ്റാ കരോട്ടീൻ നമ്മുടെ ശരീരത്തിൽ എത്തിയിട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് അതിനെ ആക്റ്റീവ് ഫോം വൈറ്റമിൻ എ റെറ്റിനോളിലേക്ക് മാറ്റുന്നത്. ഇപ്പോൾ ഒരു പ്രീ ഫോംഡ് സാധനമാണ്, ആക്റ്റീവ് ഫോം അല്ല. അത് നമ്മുടെ ശരീരത്തിൽ മെറ്റബോളിക് ആക്ടിവിറ്റീസിലൂടെ ആക്റ്റീവ് ഫോം ഓഫ് വൈറ്റമിൻ ആക്കും. അതാണ് ഈ പ്രോ വൈറ്റമിൻ എന്ന് പറയുന്നത്. ബീറ്റാ കരോട്ടീൻ ആണ് എക്സാമ്പിൾ. അതുകൊണ്ടാണ് ഈ പറയുന്നത് ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസയിൽ വെച്ചിട്ടാണ് ഈ പ്രോ വൈറ്റമിൻസിനെ വൈറ്റമിൻസ് ആക്കുന്നത്. അപ്പോൾ ഡയറിയ ഒക്കെ ഉള്ള ഒരാൾക്ക് ഈ ഇൻറ്റസ്റ്റൈനിൽ കൂടെ നമ്മുടെ സ്റ്റൂൾ മോഷൻ ഭയങ്കര റാപ്പിഡ് ആയിട്ട് പോകുന്നതിനെ കൊണ്ട് ഈ കൺവേർഷൻ പ്രോ വൈറ്റമിനെ വൈറ്റമിൻ ആക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. ഇപ്പൊ ഡയറിയയിലൊക്കെ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി വരാൻ കാരണം ഇതാണ്. ഈ ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസയിൽ വെച്ചിട്ട് ഈ പ്രോ വൈറ്റമിനെ വൈറ്റമിൻ ആക്കാനുള്ള ആ പരിപാടി നടക്കില്ല. കാരണം ഡയറിയൽ പേഷ്യന്റിന്റെ സ്റ്റൂളിന്റെ മോഷൻ ഫ്രീക്വന്റ് ആൻഡ് വാട്ടർ അതങ്ങനെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കും. ഈ ഒരു ഫംഗ്ഷൻ കൺവേർഷൻ നടക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നില്ല. ഇനി ഈ വൈറ്റമിൻ അതിന്റെ ഫങ്ഷൻസ് നോക്കാം. മെയിൻ ആയിട്ട് വൈറ്റമിനെ കണ്ണ്, അതങ്ങ് ആലോചിച്ച് വെക്കുക. നീഡഡ് ഫോർ നോർമൽ വിഷൻ ആൻഡ് ഹെൽത്ത് ഓഫ് ഐസ്. പിന്നെ വരുന്നത് ഹെൽത്ത് ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂ. നമ്മുടെ സ്കിന്ന്, മ്യൂക്കോസ, ഇതൊക്കെയാണ് നമ്മുടെ എപ്പിത്തീലിയൽ ടിഷ്യൂ. അതേപോലെ സ്കെലിറ്റൽ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്ലസ് വൈറ്റമിൻ എ ഹാവ് ആന്റി ഇൻഫെക്റ്റീവ് പ്രോപ്പർട്ടി. മെയിൻ ആയിട്ട് വരുന്നത് കണ്ണാണ്. പിന്നെ നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂ, അത് സ്കിന്ന്, മ്യൂക്കോസിന്റെ ഹെൽത്തിന്, സ്കെലിറ്റൽ ഗ്രോത്തിന് ആൻഡ് ആന്റി ഇൻഫെക്റ്റീവ് പ്രോപ്പർട്ടി. ഇത്രയാണ് ഇതിന്റെ ഫങ്ഷൻസിൽ വരുന്നത്. സോഴ്സ് നോക്കുവാണെങ്കിൽ വൈറ്റമിൻ എ ആനിമൽസിൽ വൈറ്റമിൻ എ ആയിട്ടും നേരത്തെ പറഞ്ഞ പോലെ പ്ലാന്റ്സിൽ പ്രോ വൈറ്റമിൻ ആയിട്ട് ആണ് കിടക്കുന്നത്. കരോട്ടീൻസ് ഒക്കെ ആയിട്ടാണ് പ്ലാന്റിൽ കൂടുതലായിട്ടും കിടക്കുന്നത്. വൈറ്റമിൻ എന്റെ ഏറ്റവും റിച്ചസ്റ്റ് സോഴ്സ് ഫിഷ് ലിവർ ഓയിൽസ് ആണ്. അത് വൺ വേർഡ് ആയിട്ട് ചോദിക്കാം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാം, ട്രൂ ഓർ ഫാൾസ് ആയിട്ട് ചോദിക്കാം, അങ്ങനെയൊക്കെ ചോദിക്കട്ടെ. ഈ സാധനം ചീപ്പസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ്. അപ്പൊ ചീര പോലെയുള്ള ചെടി ഇലക്കറികളിലാണ് ഏറ്റവും ചീപ്പസ്റ്റ് സോഴ്സ്. റിച്ചസ്റ്റ് സോഴ്സ് ഫിഷ് ലിവർ ഓയിൽ ആണ്. ചീപ്പസ്റ്റ് ആയിട്ടുള്ളത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആണ്. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വനസ്പതി, മിൽക്ക്, ഇതൊക്കെ വൈറ്റമിൻ എ വെച്ച് ഫോർട്ടിഫൈ ചെയ്യും. ഇപ്പൊ മിൽക്കിലേക്ക് നമ്മൾ വൈറ്റമിൻ എ എക്സ്ട്രാ ആഡ് ചെയ്യും. അങ്ങനെ അതിനാണ് ഈ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെയാണ് സോഴ്സിൽ വരുന്നത്. ഇനി ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് ഉണ്ടാക്കി നോക്കാം. ഞാൻ പറഞ്ഞു ഹെൽത്ത് ഓഫ് ഐ ആൻഡ് വിഷൻ, ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് വൈറ്റമിൻ എന്റെ ഫംഗ്ഷൻ മെയിൻ ആയിട്ട് കിടക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡെഫിഷ്യൻസിയും ഉണ്ടാക്കുന്നത് ഈ കാഴ്ച, കണ്ണുമായി ബന്ധപ്പെട്ട കണ്ടീഷൻസ് ആയിരിക്കുമല്ലോ. അപ്പൊ നോക്കാം. സ്പെസിഫിക് എഫക്ട്സ് ആർ നൈറ്റ് ബ്ലൈൻഡ്നസ്, സിറോഫ്താൽമിയ, കെരാറ്റോമലേഷ്യ, ബിറ്റർ സ്പോട്ട്. ഈ നൈറ്റ് ബ്ലൈൻഡ്നസ് എന്താന്ന് നോക്കാം. ഇറ്റ്സ് എ കണ്ടീഷൻ വേർ മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൾട്ട് ഓർ ഇമ്പോസിബിൾ ടു സീ ഇൻ റിലേറ്റീവ്ലി ലോ ലൈറ്റ്. താരതമ്യേന കുറച്ച് ഡിം ആയിട്ടുള്ള ലൈറ്റിൽ കാഴ്ച ഇല്ലാതായി പോവാം. നൈറ്റ് ബ്ലൈൻഡ്നസ് എന്ന് പറയുന്നത് നോർമൽ ബ്രൈറ്റ് ലൈറ്റിലല്ല, കുറച്ച് മങ്ങിയ വെളിച്ചത്തിലുള്ള കാഴ്ച ഒന്നെങ്കിൽ പൂർണ്ണമായിട്ട് ഇല്ലാതായി പോകും, അല്ലെങ്കിൽ കാഴ്ച കുറഞ്ഞിരിക്കും. അതാണ് ഈ നൈറ്റ് ബ്ലൈൻഡ്നസ്. നെക്സ്റ്റ് വൺ ഈസ് സിറോഫ്താൽമിയ. സിറോഫ്താൽമിയ എന്ന് വെച്ചാൽ ഡ്രൈനെസ് ഓഫ് ഐ. നമ്മുടെ കണ്ണിന്റെ ഈ വെളുത്ത ഭാഗം, ഇങ്ങനെ ഐബോളിന് മുന്നിൽ നമ്മൾ കാണുന്ന കൺജങ്ടൈവ എന്ന് പറയുന്നത്, ആ കൺജങ്ടൈവ പെട്ടെന്ന് ഡ്രൈ ആവും. നമ്മളെ കണ്ണിൽ എപ്പോഴും ഇങ്ങനെ കണ്ണടയ്ക്കുമ്പോൾ ഇതിങ്ങനെ
എന്താ പറയാ മോയ്സ്ചറൈസ് ആവുന്നുണ്ട് നമ്മുടെ കണ്ണിന്റെ പാളി. നമ്മൾ ഒരുപാട് നേരം കണ്ണ് തുറന്നു വെച്ചാൽ അതിങ്ങനെ ഇവാപ്പറേറ്റ് ചെയ്തിട്ട് ഡ്രൈ ആവാം. പക്ഷെ ഈ സീറോപ്താൽമിയ ഉള്ള ഒരാൾക്ക് അത് പെട്ടെന്ന് ഒരു 1/2 മിനിറ്റ് ഒക്കെ തുറന്നു വെക്കുമ്പോഴേക്ക് തന്നെ കണ്ണ് പെട്ടെന്ന് ഡ്രൈ ആവും. അതാണ് ഈ സീറോപ്താൽമിയ എന്നുള്ള കണ്ടീഷൻ. പിന്നെയുള്ളത് ബിറ്റോട്ട് സ്പോട്ട് ആണ്. ഒരു ബ്രൗണിഷ് ട്രയാങ്കിൾ ഫോമി പാച്ചസ് ഓൺ കൺജങ്ടൈവ, ഒരു അതിൽ പതഞ്ഞു നിൽക്കുന്ന പോലത്തെ കുറച്ച് പാച്ചസ് കണ്ണിൽ കൺജങ്ടൈവയിൽ വരുന്നതാണ് ഈ ബിറ്റോട്ട് സ്പോട്ട് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് കെരാട്ടോമലേഷ്യ, നമ്മുടെ കണ്ണിന്റെ ഈ കറുത്ത ഭാഗം കണ്ടിട്ട് കോർണിയ സോഫ്റ്റനായിട്ട് അതിന്റെ ട്രാൻസ്പാരൻസി ലോസ് ആകുന്ന കണ്ടീഷനാണ് ഈ കെരാട്ടോമലേഷ്യ. അപ്പോൾ നൈറ്റ് ബ്ലൈൻഡ്നസ്, സീറോപ്താൽമിയ, ബിറ്റോട്ട് സ്പോട്ട്, കെരാട്ടോമലേഷ്യ, ഇതൊക്കെയാണ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കാരണം വരുന്ന ഡിസീസസ്. നെക്സ്റ്റ് വൺ വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി D2, വൈറ്റമിൻ D2, വൈറ്റമിൻ D3 എന്നുള്ള 2 ഫോമിലുണ്ട്. D2ന്റെ പേര് എർഗോ കാൽസിഫറോൾ എന്നും വൈറ്റമിൻ D3യുടെ പേര് പോളികാൽസിഫറോൾ എന്നുമാണ്. D2 നാച്ചുറൽ അങ്ങനെ ഒറിജിനലി ഒക്കർ ചെയ്യുന്നില്ല. വൈറ്റമിൻ D3 ആനിമൽ ഫാറ്റ്സിലും ഫിഷ് ഓയിൽസിലും ഉണ്ട്. അതേപോലെ നമ്മുടെ ശരീരത്തിൽ വെയിൽ കൊണ്ടാൽ ഉണ്ടാകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ നമ്മുടെ ശരീരത്തിൽ സൺലൈറ്റിന്റെ എക്സ്പോഷർ വഴി ഉണ്ടാവുന്നുണ്ട്. അപ്പൊ D2 നാച്ചുറൽ അത്ര എന്താ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. D3 ആണ് ആനിമൽ വെജിറ്റബിൾ സോഴ്സിലും നമ്മുടെ ശരീരത്തിൽ ക്രിയേറ്റ് ആവുന്നതും D3 ആണ്. നമ്മുടെ ശരീരത്തിലെ 7-ഡീഹൈഡ്രോ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഈ പറയുന്ന നേരത്തെ പ്രോവൈറ്റമിൻ എന്ന് പറയുന്ന സാധനം കണ്ടില്ല, അതേപോലെ ഈ ഇനാക്റ്റീവ് ഫോമിൽ കിടക്കുന്ന സാധനമാണ് ഈ 7-ഡീഹൈഡ്രോ കൊളസ്ട്രോൾ. അത് UV ലൈറ്റുമായിട്ട് എക്സ്പോഷർ വരുമ്പോൾ അത് ആക്റ്റീവ് വൈറ്റമിൻ D3 ആയിട്ട് മാറുകയാണ് ചെയ്യാം. ഈ വൈറ്റമിൻ ഡിന്റെ ഫംഗ്ഷൻ നോക്കുവാണെങ്കിൽ ഫോർമേഷൻ ഓഫ് ബോൺസ് ആൻഡ് ടീത്ത്, നമ്മുടെ പല്ല് എല്ലിന്റെ ഒക്കെ ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ വൈറ്റമിൻ ഡി കാൽസ്യം അബ്സോർപ്ഷൻ ആൻഡ് യൂട്ടിലൈസേഷന് ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു സാധനമാണ് ഈ വൈറ്റമിൻ ഡി. നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഭക്ഷണത്തിലൂടെ കിട്ടുന്ന കാൽസ്യം സ്മോൾ ഇൻറ്റസ്റ്റൈനിന്ന് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സിൽ ഹെൽപ്ഫുൾ ആയ ഒരു സാധനമാണ് ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡി കാൽസ്യം അബ്സോർപ്ഷനും അതിന്റെ മെറ്റബോളിസത്തിനും ഹെൽപ്പ് ചെയ്യുന്ന സാധനം ആയതുകൊണ്ട് ഈ വൈറ്റമിൻ ഡിക്ക് നമ്മുടെ ബോൺ ആൻഡ് ടീത്ത് ഫോർമേഷനിൽ ഇമ്പോർട്ടൻ്റ് റോൾ ഉണ്ട്. അതിന്റെ ബാക്കി പറഞ്ഞ സ്റ്റിമുലേറ്റ് ദി നോർമൽ മിനറലൈസേഷൻ ഓഫ് ബോൺസ്, പ്രൊമോട്ട് ഇൻറ്റസ്റ്റൈനൽ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം ആൻഡ് ഫോസ്ഫറസ്. വൈറ്റമിൻ ഡി എന്ന ഫംഗ്ഷൻ ആണ് കാൽസ്യത്തിനും ഫോസ്ഫറസിന്റെ അബ്സോർപ്ഷൻ കൂട്ടും. ബോൺസിൽ അത് ബോൺ മിനറലൈസേഷൻ എന്ന് വെച്ചാൽ ബോൺ ഫോർമേഷൻ തന്നെ. ഈ അബ്സോർബ് ചെയ്ത കാൽസ്യം ബോണിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്താലേ സ്ട്രോങ് ബോൺസ് ഉണ്ടാവുള്ളൂ, അതിന് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഇതന്നെ ഹെൽത്ത് ബോണും ടീത്തിന്റെ ഫോർമേഷനിൽ ഉണ്ട്. സോഴ്സ് നമ്മൾ പറഞ്ഞു, ഒന്ന് സൺലൈറ്റ് ആണ്, ഫുഡാണ്. വൈറ്റമിൻ ഡി ആനിമൽ ഒറിജിനിലുള്ള ഫുഡ്സിലാണ് ഉണ്ടാവുന്നത്. അതിൽ തന്നെ എഗ് യോക്ക്, ലിവർ, ബട്ടർ, ചീസ്, ഇതൊക്കെയാണ് മെയിൻ സോഴ്സ്. അതേപോലെ നേരത്തെ പറഞ്ഞ വനസ്പതി, മിൽക്കും ഒക്കെ വൈറ്റമിൻ ഡി വെച്ച് ഫോർട്ടിഫൈ ചെയ്യും. നമ്മൾ അതിലേക്ക് എക്സ്ട്രാ വൈറ്റമിൻ ആഡ് ചെയ്യും, അതും സോഴ്സ് ആയിട്ട്. അത്തരം ഫോർട്ടിഫൈ ചെയ്ത ഭക്ഷണങ്ങളും വൈറ്റമിൻ ഡിയുടെ സോഴ്സ് ആണ്. ഇതിലും റിച്ചസ്റ്റ് സോഴ്സ് പറയുന്നത് ഫിഷ് ലിവർ ഓയിൽസ് ആണ്. ഇനി വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഡിസീസ് നോക്കാം. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ തന്നെ സാധനമാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഒന്ന് റിക്കറ്റ്സ് ആണ്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ലീഡ്സ് ടു റിക്കറ്റ്സ് ഇൻ യങ് ചിൽഡ്രൻ ബിറ്റ്വീൻ ഏജ് ഓഫ് 6 months and 2 years. 6 മാസത്തിന്റെയും 2 വയസ്സിന്റെ ഇടയിലുള്ള ആളുകൾക്ക്, കുട്ടികൾക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വന്ന റിക്കറ്റ്സ് ആണ് ഡെവലപ്പ് ആവുന്നത്. ആ കണ്ടീഷൻ റിക്കറ്റ്സ് ആണ്. അപ്പോൾ റിക്കറ്റ്സ് ഇൻ ചിൽഡ്രൻ, മുതിർന്നവരിൽ ഓസ്റ്റിയോമലേഷ്യ എന്നുള്ള കണ്ടീഷനുമാണ് വരിക. അപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇൻ ചിൽഡ്രൻ കോസ് റിക്കറ്റ്സ്, ഇൻ അഡൽട്ട് കോസ് ഓസ്റ്റിയോമലേഷ്യ. അപ്പൊ റിക്കറ്റ്സിലേക്ക് നോക്കുവാണെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ വൈറ്റമിൻ ഡി നമ്മുടെ ബോൺ ഫോർമേഷനിലും ഒക്കെ ഇമ്പോർട്ടന്റ് ആയ സാധനമാണ്. അതേപോലെ കാൽസ്യം അബ്സോർപ്ഷൻ ആൻഡ് മെറ്റബോളിസത്തിലും ഇമ്പോർട്ടന്റ് റോളുള്ള സാധനം. അപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന സാധനങ്ങൾ ഈ കാൽസ്യം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാക്കുന്ന അതേ കണ്ടീഷൻസ് ആയിട്ട് ഒത്തുപോകും. ഇപ്പോൾ വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ കാൽസ്യം ഇല്ല. അപ്പൊ കാൽസ്യം ഇല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടാവുന്നത് നോക്കിയാൽ മതി. ഒന്ന്, നമ്മുടെ ബോണിന്റെ ഗ്രോത്ത് ഫെയിലിയർ ഉണ്ടാവാം, ബോൺ ഡിഫോമിറ്റീസ് ഉണ്ടാവാം, ഹൈപ്പോ കാൽസ്യമി ഉണ്ടാവാം. ഈ ഹൈപ്പോ കാൽസ്യമി കാരണം നമുക്ക് ടെറ്റനി ഉണ്ടാവാം. അപ്പോൾ ഇറഗുലർ കൺവൾഷൻസ് ഒക്കെ ഉണ്ടാവും മസിൽസിന്. ഈ മസ്കുലർ കൺട്രാക്ഷനിലൊക്കെ കാൽസ്യത്തിന് റോൾ ഉണ്ട്. അപ്പോൾ കാൽസ്യം ലെവൽ നോർമൽ അല്ലെങ്കിൽ ടെറ്റനി ഉണ്ടാവാം. മസ്കുലർ ഹൈപ്പോട്ടോണിയ, അപ്പോൾ ഈ നമ്മൾ കാൽസ്യം കുറയുന്നു. അപ്പോൾ കാൽസ്യം കുറഞ്ഞുള്ള കണ്ടീഷൻസ് ആണ് ശരീരത്തിൽ ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ മസിൽസിന്റെയും ബോണിന്റെ ഫോർമേഷൻ, അതിന്റെ സ്ട്രെങ്ത്, ഈ കാര്യങ്ങളിലൊക്കെ എഫക്ട് ചെയ്യും. പ്ലസ് മസ്കുലർ ആക്ടിവിറ്റി, മസിൽ ആക്ടിവിറ്റിയിൽ കാൽസ്യത്തിന്റെ റോൾ ഉണ്ട്. അപ്പോൾ കാൽസ്യം ഇല്ലാത്തതിനെ കൊണ്ട് മസ്കുലർ ആക്ടിവിറ്റിയിൽ ബാധിക്കുന്നതിനെ കൊണ്ടാണ് ഈ കൺവൾഷൻസും ടെറ്റനയും മസ്കുലർ ഹൈപ്പോട്ടോണിയും ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, നമ്മുടെ ഈ ബോൺസിന്റെ ഡിഫോമിറ്റീസിൽ വരുന്ന കണ്ടീഷൻസ് ആണ് കേർവ്ഡ് ലെഗ്സ്, ഇങ്ങനെ കാല് വളഞ്ഞിരിക്കുന്ന അവസ്ഥ, പെൽവിസിന്റെ
ഡിഫോമിറ്റി, അതേപോലെ പീജിയൻസ് ചെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നമ്മുടെ ഈ റിബും സ്റ്റേണോ കുറച്ച് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആയിട്ട് വരും. അതൊക്കെ നിങ്ങൾക്ക് ഈ വേർഡ്സ് ഗൂഗിൾ ചെയ്താൽ അതിന്റെ പിക്ചേഴ്സ് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. അതേപോലെ കൈഫോസ്കോളിയോസിസ്, നമ്മുടെ നട്ടെല്ലിൽ വരുന്ന കർവേച്ചറിൽ വരുന്ന ഡിഫറൻസ് കാരണം വരുന്ന കണ്ടീഷനാണ് ഈ കൈഫോസ്കോളിയോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ മൈൽസ്റ്റോൺസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് സച്ചസ് വാക്കിംഗ് ആൻഡ് ടീത്തിങ് ആ ഡിലേഡ്. നമ്മുടെ എല്ലിന് വലിയ ബലമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഇത്ര വയസ്സാകുമ്പോൾ നടക്കാൻ പറയുമ്പോൾ ആ സ്റ്റേജ് എത്തുമ്പോൾ കുട്ടിയുടെ ബോൺ ഒന്നും അത്ര സ്ട്രോങ് ആയില്ല, അപ്പൊ അവര് നടക്കാനുള്ള സമയം ഡിലേ ആവും. ഈ കാൽസ്യം കുറവൊക്കെ ഉള്ള കാൽസ്യം ഫോസ്ഫറസിന്റെ അബ്സോർപ്ഷൻ ഒക്കെ കുറയുന്നതിനെ കൊണ്ട് ടീത്ത് ഫോർമേഷൻ ഡിലേ ആവും. ഇതൊക്കെ മാറും. ഈ അഡൽട്സിലേക്ക് വരുമ്പോൾ ഓസ്റ്റിയോമലേഷ്യ എന്നുള്ള കണ്ടീഷൻസ് ആണ് വരുന്നത്. ഈ ഇതിവിടെ എന്താ വരുന്നത് വെച്ചാൽ നമ്മുടെ ബോൺസ് കുറച്ചുകൂടി സോഫ്റ്റൻ ആവും. ഇപ്പൊ മിനറലൈസേഷൻ നടക്കുന്നില്ല. നമ്മുടെ ബോണ്ട് സ്ട്രെങ്ത് എന്ന് പറയുന്ന അതിൽ അടിയുന്ന കാൽസ്യം പോലുള്ള മിനറൽസ് ആണ്. അപ്പോൾ കാൽസ്യം അബ്സോർബ് ചെയ്യുന്നില്ലെങ്കിൽ കാൽസ്യം വന്ന് ബോണിൽ ഡെപ്പോസിറ്റ്, അപ്പൊ ബോൺ കുറച്ചുകൂടി ബ്രിട്ടിലാവും, പെട്ടെന്ന് പൊട്ടുന്ന രീതിയിലുള്ള സോഫ്റ്റ് ആയ ബോൺസ് ആണ് ഫോം ചെയ്യുക. അതാണ് ഈ ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്ന കണ്ടീഷൻ. ഇതിന്റെ പ്രിവെൻഷൻ മെയിൻ ആയിട്ട് പറയുന്ന ഒന്ന് പറഞ്ഞു, നമ്മുടെ വെയിൽ കൊണ്ടാ കിട്ടുന്ന വൈറ്റമിൻ ആണ്. അപ്പൊ നമ്മൾ സൺലൈറ്റിനോട് അപ്പൊ ഒരു വെയിലത്ത് പോയി നിൽക്കണം എന്നല്ല പറയുന്നത്, മൈൽഡ് സൺലൈറ്റിനുള്ള എക്സ്പോഷർ കുട്ടികൾക്ക് ഉണ്ടാവണം. എന്നാലേ ശരീരത്തിലെ 70 ഹൈഡ്രോകൊളസ്ട്രോൾ മാറി വൈറ്റമിൻ ഡി ഉത്പാദിപ്പിക്കപ്പെടും. അതേപോലെ വൈറ്റമിൻ ഡി പ്രൊഫിലാക്സിസ് കൊടുക്കാൻ കുട്ടികൾക്ക്. പിന്നെ വൈറ്റമിൻ ഡി ഫോർട്ടിഫൈഡ് ഉള്ള മിൽക്ക്, വനസ്പതി എന്നൊക്കെ പറഞ്ഞല്ലോ, ഇതിന്റെ കൺസപ്ഷൻ വൈറ്റമിൻ ഡി ഫോർട്ടിഫൈഡ് ഫുഡ്സിന്റെ കൺസപ്ഷനും നമ്മുടെ ശരീരത്തിലേക്ക് വൈറ്റമിൻ ഡി എത്താനുള്ള മാർഗമാണ്. നെക്സ്റ്റ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ ഒരു അതർ നെയിമാണ് ടോക്കോട്രോൾ എന്ന് പറയുന്നത്. ഏറ്റവും റിച്ചസ്റ്റ് സോഴ്സ് അതിൻ്റെത് വെജിറ്റബിൾ ഓയിൽസ് ആണ്. നമ്മുടെ ശരീരത്തിൽ ഹ്യൂമൻ ബോഡിയിൽ വൈറ്റമിൻ ഇന്റെ റോൾ അത്ര വെൽ ഡിഫൈൻഡ് ഒന്നുമല്ല. എന്തൊക്കെ മെറ്റബോളിക് ആക്ടിവിറ്റീസിൽ ഇത് പങ്കെടുക്കുന്നൊന്നോ ഇതിന്റെ ഡെഫിഷ്യൻസി എത്ര ബാധിക്കുന്നൊന്നോ അത്ര വെൽ ഡിഫൈൻഡ് ആയുള്ള ഒരു വൈറ്റമിൻ അല്ല വൈറ്റമിൻ ഇ. പക്ഷെ ആനിമൽസിൽ നടത്തിയ ടെസ്റ്റില് ഈ വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി ടെസ്റ്റിക്കുലാർ ആൻഡ് മയോകാർഡിയൽ ഡീജനറേഷൻ എന്ന് വെച്ചാൽ ടെസ്റ്റിസിന്റെ ഹാർട്ടിലൊക്കെ ടിഷ്യൂസിന്റെ സ്ട്രെങ്ത് പോവുക അല്ലെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടീഷനിലേക്ക് നയിക്കാറുണ്ട്. പിന്നെ ഹാബിച്വൽ അബോർഷനും. കാരണം ഇതൊക്കെ ആനിമൽസിലാണ്. നമ്മുടെ ഹ്യൂമൻസിൽ ഇതിന്റെ റോളും കാര്യങ്ങളൊന്നും അത്ര വെൽ ഡിഫൈൻഡ് അല്ല. നെക്സ്റ്റ് വൈറ്റമിൻ കെ ആണ്. വൈറ്റമിൻ കെ എന്ന് കേൾക്കുമ്പോൾ ആദ്യം വരേണ്ടത് കെ ഫോർ ക്ലോട്ടിംഗ് ആലോചിക്കണം. നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ്ങിൽ ഇമ്പോർട്ടന്റ് റോൾ വഹിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. ഓക്കെ, ഈ വൈറ്റമിൻ കെ എന്ന് വെച്ചാൽ എങ്ങനെയാണ് ബാധിക്കുന്നത് വെച്ചാൽ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ പ്രോത്രോംബിൻ അങ്ങനത്തെ കുറെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് 1, 2, 3 എന്നൊക്കെ പറയുന്ന നമ്പേഴ്സിൽ കുറെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിൽ കുറെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന്റെ ഫോർമേഷനിൽ വൈറ്റമിൻ കെന്റെ പ്രസൻസ് അനിവാര്യമാണ്. വൈറ്റമിൻ കെയുടെ പ്രസൻസ് അനിവാര്യമാണ്. അപ്പോൾ ഈ വൈറ്റമിൻ കെ ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നു. വൈറ്റമിൻ കെ ക്ലോട്ടിംഗ് അത് ആലോചിച്ച് വെച്ചേക്കാം. നമ്മുടെ ശരീരത്തിലേക്ക് സോഴ്സ് ഏതെന്നൊക്കെ കിട്ടുന്നു. ഒന്ന് നമ്മുടെ ശരീരത്തിൽ തന്നെ കുറച്ച് ഉത്പാദിപ്പിക്കും. നമ്മുടെ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയാസ് ഉണ്ട് കുറെ, അവര് വൈറ്റമിൻ കെ ഉത്പാദിപ്പിക്കുന്നുണ്ട്. അത്ര ഹ്യൂജ് എമൗണ്ടിലല്ല, കുറച്ച്. പ്ലസ് നമ്മുടെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒന്നും ഫ്രഷ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒന്നും വൈറ്റമിൻ കെ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നുണ്ട്. ഈ വൈറ്റമിൻ കെ ഞാൻ പറഞ്ഞല്ലോ ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നു. അപ്പോൾ ബ്ലീഡിങ് ഡിസോർഡേഴ്സിന്റെ ട്രീറ്റ്മെന്റിനും പ്രിവെൻഷനും വേണ്ടി വൈറ്റമിൻ കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ശരീരത്തിൽ ഞാൻ പറഞ്ഞു നമുക്ക് വേണ്ട വൈറ്റമിൻ കെ സാധാരണയായിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും നമ്മൾ ഇൻഡസ്റ്റൈനൽ ഫ്ലോറ, ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയാസിന്റെ പ്രിപ്പറേഷനും രണ്ടും കൂടി ചേർത്ത് നമ്മളെ റിക്വയർമെന്റ്സ് ഏകദേശമൊക്കെ മീറ്റ് ചെയ്ത് പോകും. പക്ഷേ പുതുതായി ജനിച്ച ഒരു ന്യൂബോൺ കുട്ടിക്ക് അവരുടെ ശരീരത്തിൽ വൈറ്റമിൻ കെന്റെ സ്റ്റോറേജ് ഒന്നും ഉണ്ടാവുകയില്ല. അവരുടെ ഇൻഡസ്റ്റൈനിൽ ഈ വൈറ്റമിൻ കെ ഉത്പാദിപ്പിക്കുന്ന ബാക്ടീരിയാസ് ഡെവലപ്പ് ആയിട്ടും ഉണ്ടാവില്ല. ജനിച്ചിട്ടല്ലേ ഉള്ളൂ. ഇൻഡസ്റ്റൈനൽ ഫ്ലോറ ഒക്കെ ഡെവലപ്പ് ആയി വരാൻ ടൈം എടുക്കും. അപ്പൊ ഇവർക്ക് ഈ റിസ്ക് ഉള്ള ബ്ലീഡിംഗ് ഡിസോർഡേഴ്സിന്റെ റിസ്ക് ഉള്ള കുട്ടികൾ, ന്യൂബോൺ ബേബീസിന് നമ്മൾ വൈറ്റമിൻ കെ സിംഗിൾ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ ആയിട്ട് പ്രൊഫിലാക്സിസ് ആയിട്ട് കൊടുക്കാറുണ്ട്. കാരണം അവർക്ക് ഓൾറെഡി ശരീരത്തിൽ സ്റ്റോർ ചെയ്ത വൈറ്റമിൻ കെ ഒന്നുമില്ല, ശരീരത്തിൽ ഉത്പാദിപ്പിക്കാൻ ഈ ഇൻഡസ്റ്റൈനൽ ഫ്ലോറ ഡെവലപ്പ് ആയിട്ടില്ല. അപ്പൊ നമുക്ക് വൈറ്റമിൻ കെ പുറത്തുനിന്ന് കൊടുക്കും.